മെർക്കുറി ഐലൻഡ്. അഖിൽ പി ധർമ്മജൻ്റെ ആദ്യ നോവലാണ് മെർക്കുറി ഐലൻഡ്. എഴുത്തുകാരൻ്റെ തന്നെ വാക്കിൽ പറഞ്ഞാൽ, ലോകം ഭീതിയോടെ കാണുന്ന ബെർമുഡ ട്രയാങ്കിളിലെ ചുഴികളാൽ മൂടപ്പെട്ട മായാലോകം, അതാണ് മെർക്കുറി ഐലൻഡ്. ഈ മർമ്മദ്വീപ് തേടി പോകുന്ന പ്രൊഫസർ നിക്കോൾസനും അദ്ദേഹത്തെ പിന്തുടർന്നു പോകുന്നവർക്കുമൊപ്പം മെർക്കുറി ഒരുക്കുന്ന അത്ഭുത കാഴ്ചകൾക്ക് നമ്മളും സാക്ഷികളാകുന്നു. രഹസ്യങ്ങളും ഭീകരതയും നിറഞ്ഞ ഈ നിഗൂഢ ദ്വീപും ലോകാവസാനവും തമ്മിലുള്ള ബന്ധമെന്ത്? മായൻ കലണ്ടറും ലൂത്ത് ലിപിയുമൊക്കെ ഇവിടേക്ക് എങ്ങനെ കടന്നു വരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി മെർക്കുറി ഐലൻഡിലേക്ക് വായനക്കാരെ സാഹസികതയുടെയും ആകാംക്ഷയുടെയും ലോകത്തെത്തിക്കുന്നു അഡ്വഞ്ചർ ഫാൻറ്റസി. അഖിൽ പി ധർമ്മജൻ്റെ 17-ാം വയസ്സിലാണ് അദ്ദേഹം ഈ കഥ എഴുതി തുടങ്ങിയത്. 25-ാം വയസ്സിലാണ് പൂർത്തിയാക്കിയത്. ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം ഈ നോവൽ വായനക്കാരിലേക്ക് എത്തിയത്. സാഹസികത ഇഷ്ടപ്പെടുന്ന ഫാൻറ്റസി കഥകളോട് ഇഷ്ടമുള്ള വായനക്കാർക്ക് ഈ കഥ ഒരുപാട് ഇഷ്ടമാകും. റാം കെയർ ഓഫ് ആനന്ദി വായിച്ച മാനസികാവസ്ഥയിൽ വായനക്കാർ മെർക്കുറി ഐലൻഡിനെ വായിക്കാനെടുക്കരുത്. ഇതൊരു സാങ്കല്പിക ലോകത്തെ അടിസ്ഥാനമാക്കിയ അതിസാങ്കല്പികമായ ഒരു കഥ മാത്രമാണ്. ഹാരി പോട്ടർ പോലെയുള്ള ഇംഗ്ലീഷ് നോവലിന് തുല്യമോ അല്ലെങ്കിൽ അല്പം കൂടിയോ മെച്ചമാണ് മെർക്കുറി ഐലൻഡ്. നോവലിൻ്റെ സാങ്കല്പിക ലോകത്തേക്ക് വായനക്കാരെ കൊണ്ടുപോകാൻ എഴുത്തുകാരന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ കാണും പോലെ നമുക്ക് ഈ കഥ വായിക്കാനാകും. പ്രപഞ്ചത്തിലെ ചുരുളഴിയാത്ത അത്ഭുതങ്ങളിലൊന്ന് എന്ന് ഇന്നും വിശ്വസിക്കുന്ന ബെർമുഡ ട്രയാങ്കിൾ എന്ന മരണച്ചുഴി കടൽ യാത്രക്കാർക്കും വിമാനയാത്രക്കാർക്കും പേടി സ്വപ്നമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൊളംബസിൻ്റെ യാത്രാ വിവരണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ലോകം ഭയപ്പാടോടെ കാണുന്ന ബെർമുഡ ട്രയാങ്കിളിൽ പലപ്പോഴായി സംഭവിച്ച അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും ചേർത്ത് സങ്കല്പത്തിൻ്റെ ചേരുവകൾ സമം ചേർത്ത് രൂപം കൊടുത്ത അത്ഭുത നോവലാണ് ഇത് എന്ന് സംശയമന്യേ പറയാം. കഥ ആരംഭിക്കുന്നത് പ്രൊഫസർ നിക്കോൾസണിലൂടെയാണ്. പിന്നീട് പറയുന്നുണ്ട്, ആ തുകൽ പുസ്തകം തൻ്റെ കൈകളിൽ എത്തിച്ചേർന്നത് തികച്ചും യാദൃച്ഛികമായി മാത്രം കാണാൻ അയാൾ ഒരുക്കമായിരുന്നില്ലെന്നും അത് ആർക്കും വിട്ടുകൊടുക്കുവാനും അയാൾ തയ്യാറായിരുന്നില്ല. ഫ്ലോറിഡയിൽ തന്നെ നടന്ന പഴയ വസ്തുക്കളുടെ ലേലത്തിലാണ് ഒരു മൺപ്രതിമ അയാളെ ആകർഷിക്കാനിടയായത്. വിലയൊന്നും നോക്കാതെ അനായാസം അയാൾ അതിനെ സ്വന്തമാക്കി. പടയാളിയുടെ രൂപത്തിലുള്ള ആ മൺപ്രതിമയ്ക്ക് തന്നോട് വല്ലാത്ത എന്തോ ആകർഷണമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ പ്രതിമയെ നിക്കോൾസൺ തൻ്റെ പ്രത്യേക മുറിയുടെ നടുവിൽ പ്രതിഷ്ഠിച്ചു. എല്ലാ ദിവസവും അയാൾ ആ പ്രതിമയുടെ മുഖത്തേക്ക് നോക്കി അല്പസമയം നിൽക്കുന്നത് പതിവായിരുന്നു. വർഷങ്ങൾ പഴക്കം ചെന്ന ആ വസ്തുവിൻ്റെ പല ഭാഗങ്ങളിലും പൊട്ടലുകൾ രൂപം കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിമ വൃത്തിയാക്കുമ്പോൾ നിക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അങ്ങനെ അത് വൃത്തിയാക്കുന്ന ഒരു ദിവസമാണ് കാലപ്പഴക്കം ചെന്ന ആ പ്രതിമ രണ്ടായി ഉടഞ്ഞത്. അയാൾ വേഗം തന്നെ ഉടഞ്ഞ ഭാഗങ്ങൾ തമ്മിൽ ഒട്ടിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ സാധാരണയായി ഉപയോഗിച്ചു വന്നിരുന്ന പശകൾക്ക് ആ പ്രതിമയെ തമ്മിൽ കൂട്ടിച്ചേർക്കുവാനായില്ല. അയാൾ പല മാർഗങ്ങളും ഉപയോഗിച്ചിട്ടും ഇരുഭാഗങ്ങളും തമ്മിൽ യോജിച്ചില്ല. അയാൾ പ്രതിമയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. നിന്നെ ഞാൻ എങ്ങനെയാ കൂട്ടിച്ചേർക്കുക? അയാൾ പ്രതിമയോട് തന്നെ ചോദിച്ചു. ഒടുവിൽ മ്യൂസിയത്തിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ പ്രതിമയെ നന്നാക്കുന്ന ഒരാളെ പറഞ്ഞുവിടാം എന്നവർ പറഞ്ഞു. അപ്പോഴാണ് പ്രതിമയുടെ ചുവട്ടിൽ അടർത്തി മാറ്റിയ ഭാഗത്തിൻ്റെ വിടവിലൂടെ നിക്ക് അത് കണ്ടത്. അയാൾ പ്രതിമയുടെ ചുവട് ഭാഗം കുറേശ്ശെയായി ഇളക്കി മാറ്റി. അതിൻ്റെ ചുവട് ഭാഗത്ത് രഹസ്യമായി അടക്കം ചെയ്യപ്പെട്ടിരുന്ന ആ തുകൽ പുസ്തകം അയാൾ പുറത്തെടുത്തു. പിന്നീട് ഈ തുകൽ പുസ്തകത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. മെർക്കുറി ഐലൻഡിലേക്ക് പോകും മുമ്പ് പുസ്തകത്തിൻ്റെ ഒരു കോപ്പി തയ്യാറാക്കി തൻ്റെ റൂമിൽ സൂക്ഷിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. കാരണം തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ അന്വേഷിച്ചിറങ്ങുമെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. 2022 ജനുവരി 1 പുതുവർഷത്തിൽ അതിരാവിലെ തന്നെ നിക്ക് തൻ്റെ യാത്രാ സാമഗ്രികളുമായി കാറിൽ ഫ്ലോറിഡയിലെ തീരപ്രദേശമായ മിയാമിയിലേക്ക് പുറപ്പെട്ടു. സാധനങ്ങൾ മുഴുവൻ ബോട്ടിലാക്കിയ ശേഷം ബീച്ചിന് സമീപമുള്ള തൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ കാർ കൊണ്ടുപോയിട്ടു. താൻ തിരികെ എത്തും വരെ അത് ഉപയോഗിച്ചു കൊള്ളുവാനും അനുമതി അയാൾ കൊടുത്തു. നിമിഷങ്ങൾക്കകം ആ ബോട്ട് മിയാമിയുടെ തീരത്തു നിന്നും അപ്രത്യക്ഷമായി. പ്രൊഫസറെ കാണാതായതോടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. കൂരിരുട്ടിലൂടെ മോഷ്ടാക്കളെ പോലെ ആ 7 പേരും നടന്നു നീങ്ങി. ബോയ്സ് ഹോസ്റ്റലും കടന്ന് മുന്നോട്ട് പോയ അവർ ഒരു വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ നിന്നു. താര ഗേറ്റിൽ എഴുതി വെച്ചിരുന്ന പേര് വായിച്ചു. പ്രൊഫസർ നിക്കോൾസൺ, ഡിസ്കവറി ഹൗസ്, ഹൗസ് നമ്പർ 43. റൂബി താരയുടെ മുടിയിൽ നിന്നും ഒരു ഹെയർ പിൻ ഊരിയെടുത്തു. എന്നിട്ട് അത് വളച്ച് നേരെയാക്കി താക്കോലിൽ ചുറ്റി. അതിലൊന്ന് ചുംബിച്ച ശേഷം അവൾ പണി തുടങ്ങി. 5 മിനിറ്റത്തെ പ്രയത്നത്തിനൊടുവിൽ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു.
എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കി. ഇതൊക്കെ എന്ത്, കേറിവായെല്ലാം. അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ലൈറ്റിട്ടു. ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ആ കാഴ്ച കണ്ട 7 പേരും ഒരുപോലെ നടുങ്ങി വിറച്ചുപോയി. പ്രൊഫസർ നിക്കോൾസൺ ആ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നു. ഇങ്ങനെ വായനക്കാരെയും ആശങ്കയിലാക്കുന്ന പല സന്ദർഭങ്ങളും നോവലിൽ കടന്നു വരുന്നുണ്ട്. ഇതിനിടയിൽ റൂബി പ്രൊഫസറുടെ മേശ കുത്തി തുറന്നു. എല്ലാവരും ഓടിവാ, സാറിൻ്റെ ഈ കഴിഞ്ഞ വർഷത്തെ ഡയറി കഴിഞ്ഞ ആഴ്ച വരെയുള്ളതുണ്ട്. അതായത് സാർ കോളേജിൽ നിന്നും യാത്ര പറഞ്ഞു പോയ ദിവസം വരെയുള്ളത്, റൂബി സന്തോഷത്തിൽ വിളിച്ചു പറഞ്ഞു. പൊടുന്നനെ ആരോ കതക് തള്ളി തുറന്ന ശബ്ദം കേട്ട് അവർ എല്ലാവരും ഒരുപോലെ ഞെട്ടിവിറച്ചു. വാതിലിനരികിലേക്ക് അവരുടെ കണ്ണുകൾ ഒരുപോലെ സഞ്ചരിച്ചു. നിന്ന നിൽപ്പിൽ തന്നെ മരിച്ചുപോയെങ്കിൽ എന്നായിരുന്നു ജെസ്സിയുടെ പ്രാർത്ഥന. ഈ ഒരു സന്ദർഭത്തോടുകൂടി മെർക്കുറിയിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് പുതിയ തുടക്കം കുറിക്കുകയായിരുന്നു. നിക്കോൾസനെ കാണാനില്ലെന്നും ആ തിരോധാനത്തിന് കാരണം ജോംസി മിസ്സും കുട്ടികളുമാണെന്ന് പോലീസ് സംശയിക്കുന്നു. അതോടുകൂടി അവർ രഞ്ജിത്തിൻ്റെ സഹായത്തോടെ മെർക്കുറി ദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. യാത്രയിൽ പലരും മരണത്തിൻ്റെ ചുഴിയിൽ അകപ്പെടുന്നുണ്ട് എങ്കിലും പിന്നീട് അവരെല്ലാം പരസ്പരം കണ്ടുമുട്ടുന്നു. യാത്രയിൽ അവർ പല അത്ഭുത കാഴ്ചകളും കണ്ടു. ദൈവമേ, കടലിനടിയിൽ സൂര്യപ്രകാശമോ? മിസ് അത്ഭുതപ്പെട്ടു. അപ്പോൾ ഭൂമിയുടെ അടിയിലും സൂര്യനുണ്ടോ? അലക്സ് ആശങ്കയോടെ ചോദിച്ചു. ഒടുവിൽ മെർക്കുറിയിലെത്തി ബോട്ടിൽ നിന്നിറങ്ങിയ രഞ്ജിത്ത് ബോട്ടിൽ എന്തോ ഒട്ടിച്ചു വയ്ക്കുന്നത് കണ്ട് എല്ലാവരും അവനെ നോക്കി. ബോട്ട് എവിടെയാണെങ്കിലും എൻ്റെ കയ്യിലുള്ള ഈ സ്ക്രീനിൽ നമുക്കതിനെ കണ്ടെത്താനാവും, രഞ്ജിത്ത് ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. പക്ഷേ അത് കേട്ട് പ്രൊഫസർ പറഞ്ഞു, സോറി മിസ്റ്റർ രഞ്ജിത്ത്, ആദ്യം താങ്കൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. പ്രൊഫസർ പറഞ്ഞത് കേട്ട് അവൻ സ്ക്രീനിലൂടെ ബോട്ടിൻ്റെ സ്ഥാനം നോക്കി. ഇത് പ്രവർത്തിക്കുന്നില്ലല്ലോ. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇവിടെ ഒരു വിധത്തിലുള്ള തരംഗങ്ങളും പ്രവർത്തിക്കില്ല. മൊബൈൽ ഫോണോ വയർലെൻസോ തരംഗങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ആശയവിനിമയ ഉപകരണങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കാനാവില്ല. പിന്നീടുള്ള യാത്ര തികച്ചും സാഹസികമായിരുന്നു. പിന്നീട് മെർക്കുറി ദ്വീപിൽ അവർക്ക് 2 സുഹൃത്തുക്കളെ ലഭിച്ചു, ലൂയിയും താനിയയും. മെർക്കുറി ദ്വീപിൽ നിന്നും തിരികെ യാത്ര ചെയ്യുമ്പോൾ അവർ 13 പേരുണ്ടായിരുന്നു. നിറയെ അത്ഭുതങ്ങൾ സമ്മാനിച്ച മെർക്കുറി ഐലൻഡ് വായിച്ചു തീർന്നപ്പോൾ എൻ്റെ മനസ്സിന് മാത്രം പുറത്തെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അത് മെർക്കുറി ഐലൻഡിൽ ചൂഴ്ന്നു കിടക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഈ നോവൽ കൂടുതലും ഇഷ്ടപ്പെടുക കുട്ടികൾക്കായിരിക്കും എന്നെനിക്ക് തോന്നി, കുട്ടികളുടെ മനസ്സുള്ളവർക്കും.